വേസ്റ്റൊക്കെ എടുത്തു മാന്തി നോക്കാൻ പോവാണേ. അയ്യടാ അപ്പോൾ ചേട്ടായിമാരെ, നമ്മുടെ 8 സെറ്റ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെറിയ ഉഡായിപ്പ് പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്. വിഷുവിന് വിറ്റ മുന്തിരിയാണ്. വിഷുവിന് നിറയെ മുന്തിരി ഫ്രൂട്ട്സ് കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, പൊടി കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ. ഇപ്പോൾ ഇത്ര നേരം കഴുകലായിരുന്നു, 2-3 നാളിൽ ഇരുന്ന് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് കഴുകാനുള്ള ജ്യൂസ് മുന്തിരിയാണ്. അപ്പോൾ ഇതും കൂടി നമ്മൾ കഴുകാനാണ്. ഇത് കഴുകിയിട്ട് എന്താ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ സർപ്രൈസ് ആക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ ആദ്യം എല്ലാം കഴുകി വൃത്തിയാക്കിയൊക്കെ സെറ്റാക്കട്ടെ കേട്ടോ. അപ്പോൾ കഴുകാൻ പോകണേ. അപ്പോൾ ആദ്യം മുന്തിരി എടുത്തു, വെള്ളത്തിലിടുകയാണ്. വെള്ളമില്ല, പാത്രം. ആവശ്യത്തിനുള്ള മുന്തിരികൾ നമ്മൾ കഴുകിയെടുക്കാൻ പോകണ്ട. കഴുകിയെടുക്കാനാണ്. അട്ടപ്പെട്ടി ഇല്ല കേട്ടോ, ബേക്കറിയിലുണ്ടാവും. ബേക്കറി ഒരു ചേട്ടായിക്ക് അട്ടപ്പെട്ടി വേണം പറഞ്ഞിട്ട് വന്നതാണ്. ഇവിടെ അട്ടപ്പെട്ടി ഇല്ല, തക്കാളിപ്പെട്ടി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ബേക്കറിക്ക് പറഞ്ഞു വിട്ടാണ്. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ സംഭവം സെറ്റാക്കിയിട്ട് ഏകദേശം നോക്കിയാൽ നല്ല സെറ്റായിട്ടുണ്ട്. അടിപൊളി മുന്തിരിയാണ്. അപ്പോൾ നമ്മളിതിനെ എന്ത് ചെയ്യുന്നറിയോ, കഴുകാൻ പോകണം. അപ്പോൾ നമ്മളിതിനെ പൈപ്പിലിട്ട് കഴുകിയെടുത്തിരിക്കുകയാണ്. കഴുകിയിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ മറ്റേ ഇതേപോലെ ഇങ്ങനെ ഇതൊന്നെല്ലാം ഇതിന് വൃത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ മണി പോലുള്ളതിനൊക്കെ അങ്ങനെ വൃത്തി എടുത്തിട്ട് ഈ വേസ്റ്റ് സാധനം നമ്മുടെ പെട്ടിയിലിട്ടോ ഇടുകയാണ് കേട്ടോ. എന്തായാലും വൈകുന്നേരം ഇടുള്ളൂ, നമ്മൾ കടയൊക്കെ അടച്ച് പോയി കഴിഞ്ഞിട്ടേ ഇടുള്ളൂ. നമ്മളതിനുള്ള ആവശ്യമുള്ള കുടവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ടുപോയിട്ട് നമ്മൾ ഇടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ആദ്യം ഓരോന്ന് ചെയ്യട്ടെ കേട്ടോ. ഇതൊക്കെ ഒന്ന് പണിത് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് എല്ലാവരും തൃശ്ശൂർ പൂരത്തിന് പോയിരിക്കുന്ന ആളുകളൊന്നുമില്ല, ഭയങ്കര ലോ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് വൈകുന്നേരം പോയിട്ട് എന്തായാലും ഞാൻ തന്നെ മല്ലിക്കട്ടണം, ഒറ്റയ്ക്ക് മല്ലിക്കട്ടണ്ടേ. അപ്പോൾ ഇവിടെ നിന്ന് കടയിൽ നിന്ന് കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എളുപ്പമായില്ലേ പണി എന്നും പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളിതിനെ നമ്മുടെ ഈ പരിപാടികൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ചേട്ടായിമാർ, നമ്മുടെ മുന്തിരിക്കുട്ടന്മാരിനെ ഏകദേശം നമ്മൾ കഴുകി സെറ്റാക്കിയിട്ട് നമ്മൾ റെഡി ആക്കിയിട്ട് അങ്ങനെ മണി പോലെ നോക്കിയാൽ നല്ല ചന്തത്തിൽ കോട്ടി പോലെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നോക്കിയാൽ നല്ല ഭംഗിയൊക്കെ കാണുന്ന നോക്കിയാൽ അടിപൊളി സെറ്റ് സാധനമാണ്. നല്ല മധുരമുള്ള നല്ല സാധനമാണ്. അത്യാവശ്യം പഴുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമ്മളിതിനെ ഒന്നും കൂടി ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പോകണം കേട്ടോ. കഴുകിയെടുക്കാൻ പോകണേ. ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഒരു പ്രാവശ്യം കൂടി വെള്ളത്തിലിട്ട് കഴുകാവേ. ഓക്കെ, പെട്ടെന്ന് ഓർക്കപ്പുറത്ത്. അപ്പോൾ നമ്മുടെ മുന്തിരിക്കുട്ടന്മാരെ നമ്മൾ ഏകദേശം കഴുകി സെറ്റാക്കിയിരിക്കുകയാണ്. ഇതാ കഴുകി നല്ല കോട്ടി മണി പോലെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഡ്രൈയിൽ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അതാണ്ടോ നമ്മുടെ ഡ്രൈ എടുത്തതിൽ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഇതിനും കൂടി നമ്മളിത് കൊട്ടാൻ പോകണം. അതിന് വേസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന് സങ്കടം വരില്ലേ. കുറച്ചും ആപ്പിളില്ല കേട്ടോ. ഈ കഴിഞ്ഞു ആപ്പിൾ ഇല്ല കഴിഞ്ഞു. മുന്തിരി മുന്തിരി വേണ്ടേ. പച്ചമുന്തിരി 100 രൂപ. ഓറഞ്ച് കഴിഞ്ഞു. ഫ്രൂട്ട്സിൻ്റെ വിഷു ആയതുകൊണ്ട് വിഷു കഴിഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കൊണ്ടുവരുള്ളൂ. എല്ലാവരും മപ്പാണ്. മുന്തിരി മറ്റേ ഒരു മുന്തിരി 160, ഒരു മുന്തിരി 120, ഒരു മുന്തിരി 100 രൂപ. പഴം വേണം? ഇല്ല, നേന്ത്രപ്പഴം നീ വേണം. അപ്പോൾ ഒരു ചേട്ടായി വന്നിട്ട് ഓറഞ്ച് ഉണ്ടോന്ന് ആപ്പിൾ ഉണ്ടോന്ന് ചോദിക്കാൻ വേണ്ടി വന്നായിരുന്നു. ഇല്ല, നമ്മൾ വിഷു കഴിഞ്ഞ് കഴിഞ്ഞാൽ കച്ചവടം മപ്പാണ്. പച്ചക്കറികൾ ഇറക്കിയിരിക്കുന്നത് ഫുള്ളായിട്ട്. ഇനി ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യം ഉള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഫുൾ ഇറക്കാവുള്ളൂ. അപ്പം നമ്മൾ ഇതിൻ്റെ കലാപരിപാടി ആദ്യം ചെയ്യട്ടെ. എന്തായാലും ഇത് ഏകദേശം നമ്മൾ ഈ പരിപാടി ആയിട്ടുണ്ട്. ഒന്നും കൂടി കഴുകാൻ പോകണം കേട്ടോ. അപ്പോൾ കഴുകട്ടെ. അപ്പോൾ നമ്മൾ കഴുകി, ഒരു പ്രാവശ്യം കഴുകി, രണ്ടാമത്തെ പ്രാവശ്യം കഴുകി. നല്ല ചന്തക്കാരൻ കുട്ടപ്പന്മാരായിട്ടുണ്ട്. വേസ്റ്റൊക്കെ പോയിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമ്മൾ ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കവറിലേക്ക് മാറ്റാം. ഓക്കെ. അപ്പോൾ ചേട്ടായിമാരെ, നമ്മുടെ മുന്തിരിയൊക്കെ കഴുകി നമ്മൾ ക്ലിയർ ആക്കിയിട്ട് വീഴെത്തിയിട്ടുണ്ട്. ഏകദേശം സമയം 10:30-10:45. അപ്പോൾ നമ്മൾ അതിന് ആവശ്യമായ സാധനങ്ങളാണ് കേട്ടോ. സാധാരണ മുന്തിരി മാത്രം ഇടുക. നമ്മളിതാ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, നെല്ലിക്ക എടുത്തിട്ടുണ്ട്, ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട സാധനമാണ് ഏലക്കായി. പിന്നെ വന്നിട്ട് ഈ ജീരകം ഇല്ല കേട്ടോ. പട്ട ഗ്രാമ്പ്, പട്ട മാത്രം സെപ്പറേറ്റ് എടുത്തില്ല. അപ്പോൾ ഈ പട്ടയും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഗ്രാമ്പ് പൂവും അതെടുക്കാറുണ്ട്, അതെടുക്കും. പിന്നെ ഈ പൊതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മച്ചി ഇതെന്ത് സാധനം, ഇത് നമ്മുടെ കുഞ്ഞു സാധനം എന്താണെന്നറിയോ, ഈസ്റ്റാണ് കേട്ടോ. ചോട്ടി പൂ. അപ്പോൾ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈസ്റ്റ്.
എല്ലാ സാധനങ്ങളും പെട്ടെന്ന് പുളിക്കാൻ വേണ്ടി ഇടുന്ന സാധനമാണ് ഈസ്റ്റ്. നമ്മൾ ബേക്കറി സാധനം അവിടെ നിന്ന് ബേക്കറിയിൽ നമ്മൾ കുറച്ച് എടുത്തിട്ട് വന്നതാണ് അത്. പിന്നെ നമ്മൾ എലൈറ്റിൻ്റെ ഗോതമ്പ്, നുറുക്ക് ഗോതമ്പ്, എലൈറ്റിൻ്റെ എന്നൊന്നുമില്ല, ഏത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഒരു പിടിൻ്റെ ആവശ്യമുള്ളൂ, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഒരു ഭരണി ഇതിലാണ് ഇടേണ്ടത്. ഭരണിയിൽ അല്ലെങ്കിൽ ചില്ല് കുപ്പിയിൽ അതിലിടുക, വേറെ ഏതിട്ടാലും സംഭവം കുളമാവും. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആക്കി നല്ല കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുള്ള ഭരണിയാണ്. ഇതിൽ ഒരു പൊട്ട് വെള്ളം ഉണ്ടെങ്കിൽ സാധനം മൊത്തം കുളമാവും, പിന്നെ ഒന്നിനും പറ്റില്ല. അപ്പോൾ അതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. വൃത്തിയായിട്ട് നല്ല ഉണക്കി എടുത്ത് വേണം ഭരണി. അത് ഭരണിയായി. പിന്നെ ഇതിലേക്ക് ആവശ്യമായ മുന്തിരി, ഇത് 2 പ്ലേറ്റ് ഉണ്ട്. കൂടുതലുണ്ടായിരുന്നു, ഞാൻ വീണ്ടും നോക്കും കുളമായി. അപ്പോൾ ശരി പോട്ടെ. അപ്പോൾ 2 പ്ലേറ്റ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇരിക്കട്ടെ. അപ്പോൾ നമ്മളിത് ഒരു കാര്യം പറഞ്ഞല്ലോ, മെയിൻ സാധനം പഞ്ചസാര. പഞ്ചസാര എടുത്തിരുന്നോ? അപ്പോൾ മെയിൻ സാധനം പഞ്ചസാരയാണ് എടുക്കേണ്ടത്. എന്തോ മറന്നു എന്ന് പറഞ്ഞിരുന്നാണ് അത് പറ്റിയപ്പോഴേക്കും പഞ്ചസാരയാണ്. അപ്പം ഞാൻ അവിടേക്ക് ഈ 1-2 നെല്ലിക്കയും കൂടി മുറിക്കാനുണ്ട്, അതുകൂടി മുറിച്ചിട്ടെ. നെല്ലിക്കയും അതേപോലെ ഇങ്ങനെ രീതിയിൽ ഇങ്ങനെ മുറിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും കൊണ്ടുവന്നിട്ടുണ്ടാവാൻ. അപ്പോൾ അതും ഇവിടെ വെച്ചു. ഐറ്റങ്ങൾ ഒരുപാടുണ്ട്, എന്തൊക്കെ ഉണ്ടെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഇനി അടുത്തത് ആപ്പിൾ മുറിക്കാൻ പോകണം. എന്നാടാ എല്ലാവരും പോരെ കഷ്ണം. ഇനിയിപ്പോൾ ആപ്പിൾ മുറിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ വൈനുണ്ടാക്കി പറഞ്ഞ അവന്മാരൊക്കെ മുഖത്ത് നിൽക്കും. എന്നാടാ കഴിച്ചോ, പിടിച്ചോ, ലിപിക്ക് കൊടുക്കും ലിപി. അപ്പൊ ജഗ്ഗുവിന് വേണ്ട പറഞ്ഞ ഫോർമാലിറ്റീസ് ആണ്. വേണ്ട വേണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. ഇതിന് മെയിൻ വേണ്ട വേറൊരു സാധനം കൂടി ഉണ്ട്. നമ്മൾ വെള്ളം തിളപ്പിച്ച് നല്ല ചൂടാറിയ വെള്ളം വേണം. അത് നമ്മൾ ആറാൻ വേണ്ടി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്, വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് തിളപ്പിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചേരുവകളൊക്കെ ചേരുമ്പോഴേക്കും അത് സംഭവം നല്ല അടിപൊളിയായിട്ട് ആറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതിൽ പാകം ചെയ്യാൻ പോണ കാര്യം എങ്ങനെയെന്നറിയോ, ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഇടാൻ പറ്റും. ഇട്ട് കഴിഞ്ഞാലും കൂടിയിട്ട് ശരിക്കും ഉടയില്ല. പിന്നെ നമ്മളൊരു 10-20 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ പിഴിയാനും പിടിക്കാനൊക്കെ നിൽക്കണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യണമെന്നറിയോ, ചെറുതായിട്ട് ഉടച്ചിട്ട് തന്നെ ഇടാൻ പോകണം. അതാകുമ്പോൾ അതിന് വേണ്ടി നമ്മളിതൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കുറേശ്ശെ മുന്തിരി ഇങ്ങനെ വാരിയിട്ട് കുറേശ്ശെ വാരിയിട്ടിട്ട് കുറേശ്ശെ ഇങ്ങനെ വാരിയിട്ടിട്ട് നമുക്ക് ഉടയ്ക്കാം. ഈ ഇതും കൊണ്ട് ഗ്ലാസ് കൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഉടച്ചിട്ടുണ്ട്. ഈ സാധനം നമ്മൾ ഇതിലേക്ക് ആക്കണം. ഇതിലേക്ക് നമ്മൾ കൊട്ടണം കേട്ടോ. കൊട്ടി അപ്പോൾ വീണ്ടും നമ്മൾ ഇതേപോലെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഉടച്ച് സെറ്റാക്കി ഇതിലേക്ക് ആഡ് ചെയ്യണേ. ഇവിടെ നോക്കണില്ല, നീ അവിടെ വെക്കി. നീ ഊട്ടിന്ന് ഇറക്കുമതി ചെയ്താണ്, അതാണ് അവൻ കുട്ട നോക്കാൻ പറയുന്നത്. ഒരു ലെയർ ഇട്ടിട്ടുണ്ട് നമ്മൾ. ഇനി ഒരു ലെയറിലേക്ക് വേണ്ട പഞ്ചസാര നമ്മൾ ഇടാൻ പോകണം കേട്ടോ. നെക്സ്റ്റ് വീണ്ടും നമ്മൾ പൈനാപ്പിൾ ഇടണം കേട്ടോ. നമ്മൾ മുന്നിൽ ഇടണേ, നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകണേ. പൈനാപ്പിളും ആപ്പിളും കൂടി ഇട്ടിട്ടുണ്ട്, നെല്ലിക്കയും കൂടിയിട്ട് ഇട്ടിരിക്കുകയാണ്. ഇടണം കേട്ടോ. ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇതിൽ പഞ്ചസാര ഇടാൻ പോകണം കേട്ടോ. നമ്മുടെ ഏകദേശം ഇവന്മാർ മൊത്തം പ്രശ്നമാണ് ഈശ്വര. ഈ 3 പേരും കൂടി പിത്തന. അപ്പോൾ ഏകദേശം ചേട്ടായിമാർ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ സാധനങ്ങളും നമ്മൾ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്, ഏലക്കായ് ചേർത്തിട്ടുണ്ട്, പട്ടഗ്രാമ്പ് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സൂചി ഗോതമ്പ് ചേർത്തിട്ടുണ്ട്. നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരി ചേർത്തിട്ടുണ്ട്, ആപ്പിൾ ചേർത്തിട്ടുണ്ട്,
അതുപോലെ തന്നെ നെല്ലിക്ക ചേർത്തിട്ടുണ്ട്. ഈ 3 ഐറ്റംസാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. പിന്നെ പൈനാപ്പിളും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഐറ്റംസാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏകദേശം പണി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ തിളപ്പിച്ച ആറിയ വെള്ളം നമ്മൾ ഈ കുപ്പിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ തിളപ്പിച്ച് ചൂടുണ്ടായി ശരിയല്ലോ അവിടെ കുടിച്ചോ ഇല്ല വിചാരിക്കുന്നു. അപ്പോൾ ഏകദേശം ആറിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമ്മളിതിലേക്ക് ഇതിലൊഴിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ ഏകദേശം നമ്മളിപ്പോൾ നിൽക്കുന്ന ലെവലിൽ ഏകദേശം തീ മേലെ കാണുന്ന രീതിക്ക് ഒഴിച്ചാൽ മതി. അതിൽ കൂടുതൽ ഒഴിക്കണ്ട. അപ്പോൾ നമ്മൾ ഒഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം കുറച്ചിലേക്ക് നമ്മൾ ആക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ, ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് തുടക്കട്ടെ കേട്ടോ. സൈഡ് നമ്മൾ തുടച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ, ഈ ഭരണി ഇത് അടപ്പിട്ടിട്ട് നമ്മൾ അടച്ച് വയ്ക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലെ കൂടെ നമ്മൾ തുണി കെട്ടാൻ പോകണം. അപ്പോൾ തുണി കെട്ടണം. അപ്പോൾ നമ്മൾ തുണി എടുത്തിട്ട് കട്ടെ. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം നമ്മളിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് തുണി കെട്ടാം. ഏകദേശം നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മൾ എല്ലാം നമ്മുടെ ഭൂതത്തിൻ്റെ ഭരണിയിലാക്കിയ പോലെ എല്ലാം വെച്ച് പൊങ്ങുന്നു നോട്ടേട്ടാ. ഈശ്വര പൊങ്ങുള്ള നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ തുണി എടുത്തിട്ട് നമ്മളിങ്ങനെ ഇനി മൂടി കെട്ടാൻ പോവാണ്. കെട്ടി നമ്മൾ 20-22 ദിവസം എടുത്തേക്കണം. എന്നാലാണ് നമ്മളിതിൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതിനെ നമ്മുടെ കൈ കൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞാൽ അത് ക്ലിയർ ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ പാടി ഏകദേശം കഴിഞ്ഞു. നമ്മളിതിനെ എടുത്തിട്ട് എൻ്റെ പോകട്ടെ. നമ്മുടെ വൈൻ സെറ്റാക്കാനുള്ള പരിപാടിയിൽ എല്ലാ ചേരുവകളും ചേർത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ 22 ദിവസത്തിന് ഇതിനെ മാറ്റി വയ്ക്കണം. മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് എന്താവും സംഭവിക്കുന്നത്, എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ 22 ദിവസം വെയിറ്റ് ആൻഡ് സീ. ഓക്കെ അമ്മോ. അപ്പോൾ അത്രയും വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇരുട്ട് റൂം നമ്മളെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ പോകണം കേട്ടോ. ഈശ്വര. അപ്പോൾ ചേട്ടായി 22 ദിവസം നീ അവിടെ വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഇത് നമ്മൾ വെയിറ്റ് ചെയ്തോളൂ. നമ്മൾ 22 ദിവസം കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ബൈ. ഓക്കെ മൊത്തപ്പടി ഒന്ന് തുടക്കട്ടെ. നമ്മൾ ഇന്ന് എന്താ പരിപാടി എന്നറിയോ? ഈ സാധനം കണ്ടിട്ടുണ്ടല്ലോ ചേട്ടായിമാരെ, എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. ഇത് കാലിക്കുപ്പേനേട്ടാ. നമ്മളിതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ? നമ്മുടെ വൈൻ നമ്മളന്ന് സെറ്റാക്കി വെച്ചത് ഏകദേശം 10-22 ദിവസത്തിൻ്റെ ഉള്ളിൽ എടുക്കേണ്ടതാണ്. 22 ദിവസം പോയിട്ട് ഇപ്പോൾ ഏകദേശം 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് സമയം കിട്ടിയിട്ടില്ല എടുക്കാൻ. അപ്പം നമ്മളത് ആക്കാനുള്ള പരിപാടിയുമായിട്ടുള്ള കുപ്പിയാണ് നമ്മളിതാ 2 വിടറാ അവർ തല്ലാൻ വരുന്നു. ഇതാ 2 കുപ്പി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ കിട്ടിയുള്ളൂ, വേറെ കുപ്പികളൊന്നും കാട്ടിയില്ല. അപ്പോൾ ഇത് പിടിയണം മൊത്തം വേണോ? ബാഗിൽ ഉണ്ടല്ലോ അല്ലേ നമ്മുടെ വില്ലൻ ബോസുകൾ? എവിടെ? 2 പേര് വില്ലൻ ബോസുകൾ ബാഗിൽ വരുന്നുണ്ട് സാധനം ആക്കാനുള്ളതൊക്കെ ആയിട്ട്. എന്താ വൈനെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉമ്മാർക്കൊക്കെ എന്താ ഒരു സൃഷ്ടിക്കാന്തിയാണെന്ന് നോക്കിയാൽ ആടാ ഇവിടെ ഇരിക്കട്ടെ. യഥാർത്ഥം നമുക്കൊന്നും അറിയില്ല. കഴിക്കാൻ പോണേ. ശരി മിണ്ടരുത്. ഉണ്ട്. അയ്യോ ഈശ്വരങ്ങൾ പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടാവുന്ന പിന്നെ കാശ് പോയി മക്കളെ പറയും. ഇതാണ് കേട്ടോ നമ്മുടെ വൈൻ എന്ന് പറയുന്ന സാധനം. ഇതാണ്. ഇനി നമ്മളിതിനെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇതിനെ അരിച്ചെടുത്തിട്ട് ശരിക്കും നമ്മൾ മണ്ണിൽ കുഴിച്ചിടണം. ഇത് നമ്മൾ സെറ്റാക്കാൻ പോകണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഇതിലേക്ക് ഒന്ന് പിഴിയട്ടെ കേട്ടോ. നിങ്ങൾ സെറ്റായിട്ട് നോക്കിയേ. ഇതാണ് നമ്മുടെ നോക്കിയേ ആപ്പിള്, മുന്തിരി, പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിള്, നെല്ലിക്ക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചാണ്. അപ്പം നമ്മൾ ആദ്യം ഇവന്മാരിനെ പിഴിഞ്ഞ് നമ്മളിതിൻ്റെ ചണ്ടി എടുക്കാൻ പോവാണ്. ആ 30 ദിവസമായിട്ടാ. അപ്പം നന്നായി പിഴിഞ്ഞിട്ടേ എടുത്തിട്ടുണ്ട്. വേണ്ട നല്ല നല്ല മണമുണ്ട് കേട്ടോ സംഭവം. സൂചി പോകുമ്പോൾ അപ്പം നമുക്കിതിനെ അരിച്ചെടുക്കാൻ പോവാണേ. അല്ല എന്താ വെച്ചാൽ മറ്റേ ചോട്ടി വെച്ചാൽ പോയാലോ. പിടിച്ചോട്ടെ മറ്റേ. അപ്പോൾ നമ്മൾ അരിച്ച് എടുക്കണം. അപ്പോൾ നമുക്ക് വൈൻ ഉണ്ടാക്കണം തോന്നി ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ സാധനം കടയിൽ ഇപ്പോൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ബാക്കി വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻ ഉണ്ടാക്കണം എന്നൊരു ആശ. അപ്പോൾ നമ്മൾ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ പരിപാടിയൊക്കെ നോക്കി സെറ്റാക്കിയതാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ജ്യൂസ് മുന്തിരി ഇട്ടാണെങ്കിൽ ഈ സാധനത്തിൻ്റെ കളറ് ഒരു വയലറ്റ് കളറല്ലേ മുന്തിരിൻ്റെ അല്ലേ? വയലറ്റ് കളറേ വരുള്ളൂ.
ഇതിപ്പോൾ നമ്മൾ റോസ് മുന്തിരി, നല്ല മധുരമുള്ള മുന്തിരി കടയിൽ ബാക്കി വന്നതുകൊണ്ട് നമ്മൾ അത് മാത്രം സെറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ അതൊന്നും വേറെ ഒന്നും നോക്കിയില്ല. അപ്പോൾ അത് എന്താവും ഏതാവുമെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ചെയ്താണ്. നല്ല മണമുണ്ട്, ഏലക്കായൻ്റെയും മറ്റേ പട്ടഗ്രാമ്പിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വൈൻകുട്ടന്മാർ സെറ്റ് ചെയ്തിട്ട് ഇതാണ് കേട്ടോ, അതിൽ ചണ്ടി കിട്ടിയതാണ്. ഇതിൽ ലാസ്റ്റ് വന്നിട്ട് നമ്മുടെ പാത്രത്തിൽ ഇതുണ്ടോ, ഇത് നമ്മുടെ സൂചി ഗോതമ്പ് നമ്മൾ ഇട്ടതാണ്. നമ്മൾ ഈ വേസ്റ്റ് ഇതിൽ തന്നെ ഇടാൻ ഇതാ, അതിൽ തൂങ്ങല്ലേ. കുറേശ്ശെ നമുക്ക് പിഴിഞ്ഞെടുത്തിട്ടേ, പിഴിഞ്ഞാൽ ഇനിയും കുറേശ്ശെ കിട്ടും. അപ്പോൾ അതാ, ഇത് തട്ടല്ലേ കേട്ടോ, തട്ടല്ലേ. പൈനാപ്പിളൊക്കെ നമ്മുടെ ശരിക്കും ചായ പോലെ ഉണ്ട് കേട്ടോ സംഭവം. അതൊന്ന്. അപ്പോൾ ചേട്ടായിമാരെ, നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വൈൻ എന്ന് പറയുന്ന സാധനം താണ്ട 2 ഡവറ കിട്ടിയിട്ടുണ്ട്. 2 ഡവറ, അതായത് ഒരു വലിയ ഡവറ, ഒരു കുഞ്ഞു ഡവറ. അപ്പോൾ ഈ 2 ഡവറ ആണ് നമുക്ക് വൈന് കിട്ടിയത്. അതിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ പിഴിഞ്ഞെടുത്ത് നമ്മൾ മാറ്റിയിരിക്കുകയാണ്, ചെണ്ടക്ക. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതിനെന്ത് ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ, നല്ല അടിപൊളി കുപ്പി പറഞ്ഞാൽ ബ്രാൻഡി കുപ്പിയാണ് കേട്ടോ, നമുക്കതേ കിട്ടുള്ളൂ. ചില്ലു കുപ്പി പറഞ്ഞാൽ കുറച്ച് തപ്പി ഒന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ കടയുടെ അവിടെ നിന്ന് 2 കുപ്പി നമ്മൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കുപ്പിയിലേക്ക് നമുക്ക് ആക്കാൻ പോവാണ്. നമ്മൾ ആക്കാൻ പോകുന്ന കുപ്പിയാണ് കേട്ടോ, 2 കുപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർ അവിടെ വെച്ചിട്ട് എന്താ സംഭവം സെറ്റ്. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് അങ്ങനെ ഒരു കുപ്പി നമ്മൾ വൈന് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ മൂടിയിട്ട്, അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് കുപ്പി റെഡി. അപ്പോൾ നെക്സ്റ്റ് കുപ്പി നമുക്ക് റെഡി ആയിട്ടുണ്ട്, 2ാമത്തെ കുപ്പിയും. പക്ഷേ ഇനിയും ഒരു ഏകദേശം ഒരു കുപ്പിയും കൂടി ഉണ്ട് കേട്ടോ സാധനം. അയ്യോ എന്താ സാധനം നോക്കിയേ, അടിച്ച് നല്ല മുറുക്കി വെക്കട്ടെ കേട്ടോ. മുറുകുന്നൊന്നുമില്ല കേട്ടോ ഈ സാധനം. ശരി, തൽക്കാലം നമുക്ക് ഇരിക്കട്ടെ. എന്തായാലും കുഴിച്ചിടാൻ പോകണം. എങ്ങനെ കുഴിച്ചിട്ടുണ്ടെന്ന് അറിയണ്ടേ, പണിയുണ്ട്. നമ്മൾ ഈ 3 എണ്ണത്തിനെയും നമ്മൾ ഈ പെട്ടിയിലാക്കാൻ പോകണം. അതാകുമ്പോൾ എന്താ പറയുക, നമുക്ക് സൗകര്യത്തിന് എടുക്കാനും പിടിക്കാനൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. നമ്മൾ ഈ പെട്ടിയിലാണ് ഉദ്ദേശിച്ചത്. ഈ പെട്ടിയിൽ നോക്കുമ്പോൾ കുറച്ച് മുകളിലേക്ക് വരും. നമ്മുടെ കണ്ടോ, മറ്റുള്ള പെട്ടിയൊക്കെ സെറ്റാണ്. ഈ പെട്ടി വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയ്ക്കും വെളിയിലേക്ക് വരും. അപ്പോൾ വെളിയിലേക്ക് വരണ്ട, അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പെട്ടി മാറ്റിയിട്ട് നമ്മുടെ തക്കാളി പെട്ടി തന്നെ വെച്ചിരിക്കണം കേട്ടോ, പോകാതിരിക്കാനാണ്. അപ്പോൾ അങ്ങനെ നൈസായിട്ട് നമ്മൾ പേപ്പർ വിരിച്ച് കൊടുക്കണേ. പേപ്പർ വിരിച്ച് കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്. വൈൻ ചേട്ടായിമാരെ നമ്മൾ ഇറക്കി വെക്കാൻ പോവാണ്. അപ്പോൾ വൈൻ ചേട്ടായിമാരെ ഒരാളിനെ വെച്ചു, ഒരാളിനെ വെച്ചു. അപ്പുറം ചില്ലിരിക്കട്ടെ. ഇത് വന്നിട്ട് നമുക്ക് ഇടയിലും വെക്കാം. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് ഈ ചാക്കിൽ മണലാണ് നമ്മളിത് എടുത്തിടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറേശ്ശെ നമ്മളിത് എടുത്തിട്ട് നിറയ്ക്കാൻ പോവാണ്. നമ്മളിപ്പോൾ മണലുള്ളതുകൊണ്ട് നമുക്കൊരു ഐഡിയ തോന്നി, എന്നാൽ മണൽ വേണ്ടെന്ന് പറഞ്ഞിട്ട്, മണ്ണ് വേണ്ടെന്ന് പറഞ്ഞിട്ട് മണലിലാക്കിയതാണ്. അപ്പോൾ നമ്മുടെ ലെവലിരിക്കുന്നുണ്ട്. നമുക്ക് ഇനി മണ്ണ് വരാൻ പാടില്ല. മണ്ണ് ശരിക്കും അത് ഇച്ചിരി കൂടി, എന്താ പറയുക, നമ്മളിനി ഇത് എടുക്കുന്ന സമയത്ത് മണ്ണായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ മൂടിയിടാൻ പോകണം കേട്ടോ, ഇടാൻ പോവാണ്. അപ്പോൾ ഇവനെ നമുക്ക് മൂടി, അപ്പോൾ ഇവന്മാരെയും മൂടി, 3 ആളിനെയും നമ്മൾ മൂടി. ഇനി നമ്മൾ എല്ലാം സെറ്റാക്കാൻ പോകണം കേട്ടോ. മണലിട്ട് സെറ്റാക്കിയിട്ടേ ഇവന്മാർ സുന്ദര കുട്ടപ്പന്മാരായിട്ട് അവിടെ ഇരിക്കട്ടെ. കുറച്ചുണ്ടാവും. അപ്പോൾ നമ്മുടെ പരിപാടി കഴിയുമ്പോഴേക്കും നമ്മൾ വേർത്തുട്ടാ നോക്കിയേ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഡ്രൈയിലാക്കി സെറ്റ് ചെയ്ത് 3 കുട്ടപ്പന്മാരെ നമ്മൾ മൂടി ക്ലിയർ ആക്കി വെച്ചിരിക്കുക. നോക്കിയേ, 3 ആളിനെ സെറ്റാക്കിയിട്ട് അടിപൊളിയാക്കിയിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇനി അവിടെ കിടക്കട്ടെ, ഒരു 10-15 ദിവസം കിടക്കട്ടെ. 10 ദിവസം എന്നുള്ളത്, അപ്പോൾ 15 ദിവസം നമ്മൾ കിടക്കട്ടെ. 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇവന്മാരെ മെല്ലെ പൊട്ടിച്ച് നോക്കാം. അപ്പോൾ അത് ഇതിൻ്റെ മേലെ കൂടാൻ പോവാണേ. അല്ല, അപ്പോൾ ഇത് നമ്മൾ അവിടെ സെറ്റാക്കി വെച്ചു, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ വൈൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 15 ദിവസം, 10 ദിവസമാണ്, 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. എന്നാൽ പിന്നെ ഓക്കെ.
നമ്മൾ ഏകദേശം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ വൈൻ നമ്മൾ സെറ്റാക്കിയിട്ട് 3 ബോട്ടിലോ 4 ബോട്ടിലോ ആക്കി വെച്ചിട്ടുണ്ട്. മറന്നു എന്നുള്ളതാണ് സത്യം. എന്താ കാര്യം ചോദിച്ചാൽ 15 ദിവസം എന്ന് പറഞ്ഞ് നമ്മൾ കുഴിച്ചിട്ടിട്ട് ഏകദേശം 2-3 മാസമായി തോന്നും. അപ്പം നമ്മൾ ഇപ്പോഴും എടുക്കണം എല്ലാ ഞായറാഴ്ച നമുക്ക് ഞായറാഴ്ചയിലുള്ളൂ. അപ്പോൾ എല്ലാ ഞായറാഴ്ച എടുക്കണം എന്ന് വിചാരിക്കും. സമയം കിട്ടില്ല, ഓരോരോ പരിപാടിയായിട്ട് നമ്മൾ പോകും. അപ്പോൾ അതുകൊണ്ട് പറ്റില്ല. ആകെ നമുക്ക് കിട്ടുന്ന സമയം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകളാണ്. ആ മണിക്കൂറുകളിൽ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ എല്ലാ വീഡിയോസുകളും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇന്നും പറ്റുന്നില്ല, നല്ല മഴക്കാറ് കാര്യങ്ങളുണ്ട്. അഡ്വാൻസ് ആയിട്ട് നമ്മൾ കുടയൊക്കെ പിടിച്ച് കൈ വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ പനി പിടിച്ചാൽ പണി കിട്ടും. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വൈൻകുട്ടനെ നമ്മളിന്ന് എടുക്കാനുള്ള പരിപാടിയിൽ പോവാണ്. അപ്പോൾ ജഗ്ഗുവും പറഞ്ഞു എടുക്കുക വേണ്ടി. അപ്പോൾ ജഗ്ഗും ഞാനും കൂടി ഇതാ തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ രണ്ടാളും അല്ലേ ജഗ്ഗു, ഞങ്ങൾ രണ്ടാളും കൂടി തയ്യാറെടുപ്പിലാണ്. ഞാനും വന്നു. അപ്പോൾ ഞങ്ങൾ തയ്യാറെടുപ്പിൽ ഞങ്ങൾ വൈൻ എടുക്കാൻ പോവാണ്. ഇവൻ പറഞ്ഞു പൂപ്പലടിച്ചിട്ടുണ്ടാകുന്ന പറഞ്ഞു. അപ്പോൾ അതൊക്കെ പൂപ്പലടിച്ചിട്ടുണ്ടാകും, അതും നമുക്ക് എന്നൊക്കെ പറഞ്ഞു. ശരി നോക്കട്ടെ, പൂപ്പലടിച്ചിട്ടുണ്ടോ, സാധനം കേട് വന്നിട്ടുണ്ടോ, നന്നായിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാലോ. എന്നാൽ വാളാമനെ ഈ പെട്ടിയിൽ നമ്മൾ ഡ്രൈലാക്കിയിട്ടാണ് നമ്മൾ വെച്ചത്. എംസാൻ്റെ പാറപ്പൊടിയൊക്കെ കയറ്റി സെറ്റ്. അപ്പോൾ നമ്മളിത് എടുക്കാൻ പോകും. അപ്പോൾ നമ്മളിത് തുറന്നു. അയ്യോ, ഇതെന്താ സംഭവം? എല്ലാം മൂടി കെട്ടി അന്ന് നമ്മൾ വെച്ചതാണ് കേട്ടോ. എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് അറിയില്ല. നല്ല ഇതുണ്ട്, നമ്മൾ പേപ്പറൊക്കെ വിരിച്ചതൊക്കെ പോയിരിക്കും, ഇത് വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പം നമ്മൾ വേസ്റ്റൊക്കെ എടുത്തു മാന്തി നോക്കാൻ പോവാണേ. എന്താ സംഭവം നോക്കിയതാ. ഒന്ന് നമ്മൾ 2 ചില്ല് കുപ്പിയിലും ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലും. അന്ന് കുപ്പി കിട്ടാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തതാണ്. ഒന്നും കൂടി എവിടെ പോയോ? ഒന്നും ഇവിടെ ഉണ്ട് കേട്ടോ. ആ ഉറുമ്പുകൾ കാര്യങ്ങളൊക്കെ നിറയാം. അയ്യോ ഉറുമ്പ് നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകണേ. നമ്മളിതിന് ഉറുമ്പ് ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് അറിയോ? ഇത് എടുക്കാൻ പോകണം കേട്ടോ. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ വരില്ലേ മേഡം? വരില്ലേ? അപ്പം നമ്മൾ അയ്യോ ഇത് നോക്കിയേ, അടിയിൽ ഊറി മുകളിലേക്ക് നല്ല സെറ്റായിട്ടുണ്ട് എന്നാണ് നമ്മുടെ നിഗമനം കേട്ടോ. എന്താ കാര്യം ചോദിച്ചാൽ നമുക്ക് അറിയില്ല, ഇളക്കുന്നില്ല നമ്മൾ. നല്ല തണുത്തിട്ട് നല്ല സെറ്റായി. അയ്യടാ, അല്ല അത് നമ്മൾ എടുത്തു. ഇതിനിപ്പോൾ ഇളക്കുന്നില്ല നമ്മൾ. ഇതിനങ്ങനെ നമ്മൾ മാറ്റി ഇവിടെ വെച്ചിരിക്കുകയാണേ. അത് വെച്ചു. പ്യുവർ സാധനം എന്ന് പറഞ്ഞാൽ അയ്യോ. അടുത്ത നെക്സ്റ്റ് എടുക്കാൻ പോകണേ. അയ്യടാ ഉറുമ്പ് കടി. അതിലേറെ ഇതും അതേ പൊസിഷനാണ് കേട്ടോ. ഏറ്റവും അടിയിൽ മാത്രം മറ്റേ അതിൻ്റെ കക്കൊക്കെ നിന്നിട്ട് മുകളിലേക്ക് നല്ല ഊറി സെറ്റായിട്ടിരിക്കുകയാണ്. അയ്യടാ. നെക്സ്റ്റ് നമ്മൾ സംഭവം കുറച്ച് നാൾ വൈകിയതിൻ്റെ ഗുണമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ അയ്യോ ഒരുപാട് വൈകി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സങ്കടപ്പെട്ടത്. അയ്യടാ ലൂസാണല്ലേ മറ്റേ ഇതുണ്ടല്ലേ. അപ്പോൾ നമ്മളിതൊക്കെ തട്ടിക്കളയാൻ പോവാണേ. തട്ടിക്കളഞ്ഞ് ഈശ്വര ഇനി ഇതും കണ്ട് വല്ല പോലീസ് പിടിക്കുമെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ വൈനെന്ന് പറഞ്ഞ് നമ്മളെ വീട്ടിൽ കടയിലെ ഫ്രൂട്ട്സ് കാര്യം നമ്മൾ ഓണത്തിനുള്ളതാണ് കൊണ്ടുപോയത്. ഓണത്തിനല്ലേ ഇത് ഓണത്തിനല്ലേ നമ്മൾ ഓണത്തിന് വിഷു അല്ലേ മുന്നേ കഴിഞ്ഞ് വിഷുവിന് കിട്ടിയ ഫ്രൂട്ട്സ്, കടയ്ക്ക് കൊണ്ടുവന്ന ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്താണ്. സംഭവം നോക്കിയേ സംഭവം സെറ്റാണ്. നമ്മളിനി ഇതിനെ കൊണ്ടുപോയിട്ട് കുളിപ്പിച്ചെടുക്കാൻ പോകണമെന്ന് വെച്ചാൽ നമുക്കിതിനെ കഴുകിയെടുക്കാനുള്ള പരിപാടി ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ സുന്ദരക്കുട്ടപ്പന്മാർ കുഴി കണ്ടോ, നല്ല 3 കുഴിയൊക്കെ ആക്കിയിട്ട് അടിപൊളിയായിട്ട് വെച്ചിരിക്കുകയാണ്. ഉറുമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് തൽക്കാലം നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടേ ഇതെവിടെ ഇരുന്നോട്ടെ, നമുക്ക് പിന്നീട് എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ തൽക്കാലം ഈ പെട്ടി നമ്മൾ ഇവിടെ തന്നെ വെച്ചു. അതിൻ്റെ പരിപാടി അവിടെ വെച്ചു. അപ്പോൾ നമ്മുടെ വൈൻകുട്ടൻ സെറ്റപ്പിനെ ചെയ്തിട്ട് ഒരു തട്ടിലെടുത്തിട്ട് പോകാൻ പോകണ്ട. മൊത്തം നീ ഒരു കാര്യം ചെയ്യോ, ഒരു പ്ലേറ്റ് എടുത്ത് തരുമോ? പ്ലേറ്റ് എടുത്തോ. നമുക്ക് പ്ലേറ്റിൽ വെച്ചിട്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് കഴുകിയെടുക്കാൻ പോകും. അപ്പോൾ ചേട്ടായിമാരെ ഇത് നിയമവിരുദ്ധമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ കടയിലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കൂടി സെറ്റ് ചെയ്താണ്. നമ്മൾ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടോ മറ്റുള്ള കുട്ടികളെ അനുകരിക്കാനോ മറ്റുള്ളതൊന്നും ചെയ്യാനൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെടുത്ത് നമ്മൾ പ്ലേറ്റിൽ വെക്കാൻ പോകണം. എന്നിട്ട് വേണം കഴുകിയെടുക്കാൻ. ആദ്യം മണലൊക്കെ പോകണ്ടേ. അപ്പോൾ നമ്മുടെ 3 സുന്ദരക്കുട്ടപ്പന്മാർ, ഞാൻ 4 കുപ്പി ഉണ്ടെന്ന് വിചാരിച്ചു. ഈശ്വര പോവോ ഇല്ലല്ലോ. അപ്പം 4 കുപ്പി ഉണ്ടെന്ന് വിചാരിച്ച് 4 കുപ്പിക്ക് 3 ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 കുപ്പിയും കൂടെ നമ്മളൊന്ന് കഴുകിയെടുക്കാൻ പോകണം കേട്ടോ. ഒന്ന് കഴുകിയെടുക്കട്ടെ. നമ്മൾ തൽക്കാലം വണ്ടിയുടെ മേത്ത് വെച്ചിട്ടുണ്ട്. വീടിലേട്ടാ മുത്തേ പിടിച്ചോട്ടാ, ഞാൻ വെള്ളം എടുത്തിട്ട് തരാം. അപ്പോൾ നമ്മൾ ഇവന്മാരൊരു കാര്യം ചെയ്യാൻ പോകണം. മുത്തേ പിടിച്ചോട്ടാ, ഇങ്ങനെ കഴുകാൻ പോവാണേ. ഇത്ര പണിയുള്ളൂ സംഭവം. ഞാൻ കഴുകുക എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് വിചാരിച്ചു. എന്താണെന്നറിയോ, ഇത്രയും മേലൊക്കെ ഒലമ്പട്ടെ. അപ്പോൾ നമ്മൾ ഇവനെ കഴുകി വെച്ചു. അയ്യോ അടിയിൽ ഊറുണ്ട്. ഊറിക്കഴിഞ്ഞാലേ
ഒരാൾ വീണു ചോട്ടിൽ, ആ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി വീണു, അതിൻ്റെ അകത്തേക്ക് മട്ടൊക്കെ പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവന്മാരെ നമ്മൾ കഴുകി എടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വൈൻ സെറ്റപ്പ്. വൈൻ കുളിപ്പിക്കുക പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വൈൻ കുളിപ്പിച്ചെടുത്തു, എല്ലാ പണിയും കഴിഞ്ഞ് നല്ല ചില്ല് കുപ്പിയിലാക്കി വെച്ചാണ്. ഒരു കാര്യം മനസ്സിലായി കേട്ടോ, നമ്മൾ 15 ദിവസം പറഞ്ഞാൽ 15 ദിവസം എന്നല്ല, ഏറ്റവും എത്രത്തോളം കൂടുതലായതുകൊണ്ട് അത്രത്തോളം നല്ലതാണെന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഇതിൻ്റെ കളറും ക്ലാരിറ്റിയൊക്കെ കാണുമ്പോൾ നന്നായി തോന്നിയിട്ട് ഇനി കുടിച്ച് കഴിഞ്ഞാൽ അറിയുള്ളൂ. മാറണോട്ടെ അതാകട്ടെ. ഏകദേശം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തേക്ക് നമ്മളത് ഊറ്റാൻ പോകണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ഇത്തിരി കക്ക ഉണ്ടായില്ലേ, അപ്പോൾ നമ്മൾ ഈ പാത്രത്തേക്ക് ഊറ്റാൻ പോകണേ. നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊന്നും നോക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതാണ്ടോ, ഈ അടിയിൽ ഇത്ര കണ്ട ഇതിൻ്റെ കക്കമാണ്. അപ്പോൾ കക്കത്തിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ മേത്ത് ഊറ്റിയെടുക്കാൻ പോകണേ. സംഭവം പ്യുവർ തേനാണ് കേട്ടോ. പ്യുവറായിട്ട് നമുക്ക് ഇതൊന്നും പോകില്ല കേട്ടോ, കുറച്ച് കലങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഊറ്റി വെക്കേണ്ടി വരും. എന്താ വെച്ചാൽ നമ്മളപ്പോൾ ഈ പാത്രത്തിൽ തന്നെ വെക്കും. ഇതാണ്ടോ, ഇത്രയും കക്ക ഉണ്ട്, ഇത് വേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് ഈ വേസ്റ്റ് നമ്മൾ കളയും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇത് ഇതിലേക്ക് ഒഴിക്കാൻ പോകണം കേട്ടോ. അത് നോക്കാം, കുഴപ്പമില്ല. ഇതാണ് ഇതിൻ്റെ വേസ്റ്റാണ് കേട്ടോ, കക്കം. ഇതിൻ്റെ വേസ്റ്റാണ്. നമുക്ക് നല്ല ശരിക്കും നല്ല സൂപ്പർ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. കുറച്ച് കലങ്ങി വരുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റ് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് നമ്മൾ ഇത് വെച്ച് ക്ലിയറാക്കി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ കലങ്ങി വന്നു. ഇതാണ്ടോ, ഇതിൻ്റെ കക്ക ഉണ്ട്. അപ്പോൾ ഈ കക്കം നമുക്ക് ചിലപ്പോൾ വേണ്ടി വരും വേറെ പാത്രത്തിൽ ഒഴിക്കാൻ. ചിലപ്പോൾ ഇനി അത് തേടി വരും. അപ്പോൾ നമ്മൾ ഇതിൽ ഒഴിച്ച് വെക്കാൻ പോകണം. കണ്ടോ, കക്കം പറ്റും. അപ്പോൾ ഈ ചില്ല് കുപ്പി നമ്മുടെ കയ്യിൽ 2 ഉള്ളൂ. അപ്പോൾ ഈ ചില്ല് കുപ്പി നമ്മൾ 2 കഴുകിയെടുക്കാൻ പോകണം. കഴുകിയെടുത്തിട്ട് നമുക്ക് ചില്ല് കുപ്പിക്ക് മാറ്റാം. അപ്പോൾ നാളേക്ക് അടിപൊളി സെറ്റായിട്ടുണ്ടാവും. 2 കുപ്പിയിൽ നമ്മൾ കക്ക ഉള്ളത് വെള്ളമാക്കിയിരിക്കുകയാണ്. എന്താ വെച്ചാൽ കഴുകിയിട്ട് നമുക്ക് വെള്ളത്തിന് വാർത്ത് കളയണം. അപ്പോൾ നല്ല കുലുക്കിയിട്ട് നമ്മുടെ പൂച്ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. വേണ്ടേ, പൂച്ചെടി ചിലപ്പോൾ ഇല്ല, പൂച്ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് സെറ്റാക്കട്ടെ. അപ്പോൾ നമ്മളിത് കഴുകി സെറ്റാക്കിയിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ആക്കി കുലുക്കിയിട്ട് ഇതിങ്ങനെ കവുത്തി വെച്ച് കഴിഞ്ഞാൽ നേരം വെക്കുമ്പോഴേക്കും നന്നായി വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വൈൻകുട്ടൻ നമ്മുടെ പാത്രത്തിൽ ഇങ്ങനെ സെറ്റായിട്ടുണ്ടാവും. എന്നിട്ട് അതിന് മേൽ തെളിയോട് കൂടിയിട്ട് നമുക്ക് ഇതിനെ ഊറ്റിരിക്കി വെച്ചിട്ട് എടുത്ത് വെക്കണ്ടേ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വൈൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളൂ. ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നന്നായി മനസ്സിലായി. എന്താ വെച്ചാൽ നല്ല കഷ്ടമുണ്ട്. ഇപ്പോൾ മാസങ്ങളായി ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ ഒരു റൗണ്ട് ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഓരോന്ന് ചെയ്ത് പിന്നെ 15 ദിവസം 20 ദിവസം കഴിഞ്ഞ് 15 ദിവസം പറഞ്ഞാൽ 1 മാസമായി തോന്നും. പിന്നെ അത് പിഴിഞ്ഞ് റെഡിയാക്കി പിന്നെ നമ്മളിതിൽ സെറ്റ് ചെയ്ത് പൊഴിച്ചിട്ട് അങ്ങനെ ഓരോരോ പരിപാടി ചെയ്തിട്ട് ഏകദേശം കുറേയായി. ഇനിയും നമുക്ക് അത് ഉപയോഗിക്കാനായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇനിയും ഇതിൽ പണിയുണ്ട്. ഇനി അതിൽ ഒഴിച്ച് വെച്ച് തെളിഞ്ഞ് നമുക്ക് ടേസ്റ്റൊക്കെ നോക്കണ്ടേ. അപ്പോൾ നമ്മൾ ഇനി ഇതിനാ കുപ്പിയിലേക്ക് നമുക്ക് ഒഴിക്കാൻ പോകണം കേട്ടോ. നമ്മുടെ കുപ്പി റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ വൈൻ കൂട്ടനെ നമ്മൾ ഒഴിച്ച് സെറ്റാക്കാൻ പോകണേ. നമ്മുടെ വൈൻ കുട്ട സെറ്റാക്കിയിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്, എല്ലാം ക്ലിയർ ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മളപ്പോൾ ക്ലാസ്സിലാക്കിയിട്ട് അതിനെ ഒഴിക്കാൻ പോകണം കേട്ടോ. ബെല്ലാനോ. അപ്പം നല്ല തെളിഞ്ഞ് സെറ്റായിട്ടുണ്ട്, ഒഴിക്കാൻ പോകണം കേട്ടോ. മഴയത്തൊക്കെ വെച്ചിട്ടായിരിക്കും നല്ല മണലിൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പായി സെറ്റായിട്ടേ അടിപൊളിയാണ് സാധനം. ഏകദേശം നിറഞ്ഞു. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ കുപ്പി നമ്മൾ നിറച്ചിട്ടുണ്ട്. ഈ ഏകദേശം കുപ്പി നിറച്ചിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് കുപ്പിയും കൂടി നമുക്ക് നിറച്ച് കഴിഞ്ഞാലേ ഇതോടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളിതും കൂടി ഒഴിക്കാൻ പോകണം കേട്ടോ. ഇതിങ്ങനെ തന്നെ ഒഴിക്കാൻ പോകണം. ഇനിയിപ്പോൾ മാറ്റാനൊന്നും പോകണില്ല. റോസ് മുന്തിരിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 2 കുപ്പി കിട്ടിയിട്ട് ഏകദേശം. ഇനി ഇതിൽ അടിമട്ടാണ് വേണ്ട. ഇനിയിപ്പോൾ ഈ അടിമട്ടുണ്ട്. ഈ അടിമട്ട് നമുക്കിനി വേണ്ട, അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഏകദേശം നമുക്ക് 2 കുപ്പി സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഈ സാധനം ഉണ്ടാക്കിയ അവസ്ഥയ്ക്ക് ഇത് കഴിക്കാനുള്ള പരിപാടിയുണ്ട്. കഴിച്ച് കഴിഞ്ഞ് ടേസ്റ്റ് നോക്കിയാലേ നമുക്ക് ഇതിനെ അറിയുള്ളൂ. അപ്പം നമ്മൾ ഈ സാധനം ഈ ഗ്ലാസ്സിൽ കുറച്ചെടുത്തിട്ടേ ഇതിൽ തന്നെ എടുക്കാം അല്ലേ മേഡം. ആളുകൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ്. അപ്പം നമ്മൾ ഇച്ചിരി എടുത്തിട്ട് കഴിച്ച് നോക്കാൻ പോകും, ടേസ്റ്റ് നോക്കാൻ പോകും കേട്ടോ. മതി, ഇതിൽ കൂടുതലായാൽ നമുക്ക് ശരിയാവില്ല. ഇനിയിപ്പോൾ നല്ലതാണെങ്കിലും കെട്ടതാണെങ്കിലും നമ്മൾ കഴിച്ച് ശീലമില്ലാത്ത ആളാണ്. ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം നമ്മൾ 1 ഔൺസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ പണ്ട് യേശു ക്രിസ്തു പറഞ്ഞ പോലെ മദ്യം മരുന്ന് പോലെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് മദ്യമൊന്നുമല്ല. അപ്പോൾ അതുപോലെ നമ്മൾ
മരുന്ന് പോലെ കഴിക്കാനുള്ള പരിപാടിയിൽ പോവാണ്. ഡാ മുത്ത എനിക്ക് വേണോ? ശരി, പിള്ളേരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോഴേക്ക് എന്ന് പറഞ്ഞ് വന്നു. എല്ലാം വേണമെന്ന് ചോദിച്ചാണ്, വേണ്ട. അപ്പോൾ ശരി, നീ അവിടെ നിന്നോ, നീ ഇല്ല. അപ്പോൾ നമ്മളിതൊരു ടേസ്റ്റ് നോക്കാൻ പോകണം. ടേസ്റ്റ് എനിക്ക് എന്താ ടേസ്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ കഴിച്ച് നോക്കാൻ പോവാണ് എങ്ങനെയുണ്ടെന്ന്. നല്ല മണമുണ്ട് കേട്ടോ. സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ സംഭവം സെറ്റ്, അടിപൊളിയായിട്ട് സംഭവം. അപ്പോൾ ശരിക്കും നല്ലൊരു ഈ തണുപ്പ് കാര്യങ്ങളൊക്കെ സെറ്റായി കഴിയുമ്പോൾ നന്നായി തോന്നുന്നുണ്ട് സംഭവം. അപ്പം നമ്മളിനി ഇത് കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ നിൽക്കുന്നില്ല. നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാവും, നല്ലതാണെങ്കിലും കെട്ടതാണെങ്കിലും. അപ്പോൾ നമ്മുടെ വീഡിയോസിന് വേണ്ടി നമ്മൾ ചെയ്ത പരിപാടിയാണ് വൈൻകുട്ടൻ വൈൻ ഉണ്ടാക്കിയത്. സംഭവം സെറ്റായിട്ടുണ്ട്, അടിപൊളിയുണ്ട്. വേറെ ചവർപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നൈസ് മധുരം കാണാൻ ലുക്കൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ട്. അപ്പം നമ്മുടെ വീഡിയോസ് ഏകദേശം വിഷു കഴിഞ്ഞിട്ട് എത്ര മാസമായി മേടോ? 4 മാസമാകുമോ? ഏകദേശം 4-5 മാസമാകും. ഈ 5 മാസത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ വൈൻകുട്ടൻ. അപ്പോൾ നമ്മൾ ഈ സാധനം ഇവിടെ വെച്ചു മതി. അപ്പോൾ ഈ 5-6 മാസത്തിൻ്റെ 6 മാസമല്ല അല്ലേ? ശരി, ഏകദേശം 4-5 മാസം. അപ്പോൾ ഒരു 4-5 മാസത്തെ ഫലം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വൈൻ വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വൈൻ ഉണ്ടാക്കുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ ലളിതമായ ചുളുവിൽ ഉണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പിന്നെന്താ വെച്ചാൽ, അപ്പോൾ ഇനി അപ്പോൾ പറഞ്ഞ് ഞാനിനി ദീർഘിക്കുന്നില്ല. കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പരിപാടി നിർത്തി. അപ്പോൾ ഇനി പിന്നെ അപ്പോൾ പറഞ്ഞു, അതെൻ്റെ ശീലമാണ്. ഇനിയിപ്പോൾ അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ്, അതെ എന്താ നീ ഇങ്ങനെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമ്മുടെ വീഡിയോസ് ഡെഡിക്കേറ്റ് ചെയ്യാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, മെയിനായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ മെയിൻ ദോസ്തുക്കളുണ്ട്. ദോസ്ത് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? ഇവൻ്റെ ക്ലാസ്സിലെ 2-3 പൊടീസുകളുണ്ട്. അവർ സ്ഥിരമായി എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഓരോ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, എൻ്റെ അടുത്ത് പറഞ്ഞു വിടാറുണ്ട്. അപ്പോൾ അവന്മാർക്കും കൂടിയിട്ട്, അവൻ്റെ പേരെന്താമത്തെ? റഷാദ്, പിന്നെ റഷാദ്, റിദുല്. ഇവർക്ക് രണ്ടുപേർക്കും ഹായ്സ്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ 2 പേർക്കും ഹായ്സ്. അപ്പോൾ 2 പേർക്കും കൂടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് വിശ്വസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങളെല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞാൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.